ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വീറ്റിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോഴും നമ്മൾ ഇതിന് കാര്യമായിട്ട് പേരൊന്നുമില്ല, പക്ഷേ അതെന്താ സംഭവം എന്ന് വെച്ചാൽ പാൽപ്പൊടി വെച്ചിട്ട് ഒരു ബർഫിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പാൽപ്പേടനെക്കാട്ടിയും ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് ഒരു പുഡിങ് കഴിക്കുന്ന മാതിരിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ പാൽപ്പൊടിയും പാലുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ 2.5 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1.5 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളക്കിയെടുക്കണം. അപ്പോൾ പിന്നെ പാല് ഓവറായി പോകരുത്, അധികമായി പോകരുത്. കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മളിത് കുറുക്കിയെടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പാല് അധികമായി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാം നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമ്മളിത് എളുക്കുന്നത് നിർത്തരുത് കേട്ടോ. നിർത്തുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. പക്ഷേ നമ്മളിവിടെ നെയ്യൊന്നും ഇട്ടിട്ടില്ല. നെയ്യ് ഇടുകയെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് കുറുക്കിയെടുക്കുന്നത്. ഇനി ഈ ഒരു പാനിൽ നിന്നും വേറിട്ട് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കേക്ക് മൗൾഡാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് മൗൾഡിൽ ഓൾറെഡി ഒരു ബട്ടർ പേപ്പറും അതിൽ കുറച്ച് പിസ്തയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ ഒന്ന് ലെവലാക്കി എടുക്കണം. ലെവലാക്കി എടുത്തതിന് ശേഷം നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറിന് ശേഷം അത് ചൂടണിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങാം. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അത്രയ്ക്ക് ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പികളൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഫോട്ടോസ് ഇമെയിൽ വഴി അയക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.